മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ 7 വീടുകളുടെ താക്കോൽ കൈമാറി. ആദ്യ ഫേസിലെ 178 കുടുംബങ്ങളും പക്ഷേ ഒരുമിച്ചാകും ടൗൺഷിപ്പിൽ താമസം തുടങ്ങുക. ബാക്കി വീടുകളും അടുത്ത ദിവസങ്ങളിൽ തന്നെ താമസയോഗ്യമാകും. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ടൗൺഷിപ്പിലെ ഫേസ് 1-ലെ 178 വീടുകളും താമസം തുടങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 7 വീടുകളുടെ താക്കോൽ, ഒരു ക്ലസ്റ്ററിലെ 7 വീടുകളുടെ താക്കോൽ കൈമാറി കഴിഞ്ഞു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും താമസം തുടങ്ങാം. ഇത് പ്ലോട്ട് 3A, ക്ലസ്റ്റർ 3Aയിലെ 196 നമ്പർ വീടാണ്. വിനോദിൻ്റെ പേരിലുള്ള വീടാണ്. അല്പസമയം മുമ്പ് താക്കോൽ കൈമാറിയിട്ടുണ്ട്. വിനോദും കുടുംബവും വീട്ടിലുണ്ട്. താമസം തുടങ്ങാനായോ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് എങ്ങനെയാണ്? എപ്പോൾ വേണമെങ്കിൽ താമസിക്കാം. താക്കോൽ ഏകദേശം കിട്ടി. ഈ ക്ലസ്റ്ററിലുള്ള 7 പേർക്ക്, 7 വീട്ടുകാർക്ക് താക്കോൽ കിട്ടി. അപ്പോൾ ഒരു ഗുണനിലവാര പരിശോധനയുടെ കാര്യം പറഞ്ഞിരുന്നു. ഊരാളുങ്കലിൻ്റെയും കിഫ്കോണിൻ്റെയും പ്രതിനിധികളും നിങ്ങളും കൂടെ ആ പരിശോധനയൊക്കെ കഴിഞ്ഞു. അതിലും തൃപ്തരാണ്. മൊത്തം എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തന്നിട്ടുണ്ട്. വീട് ക്ലീൻ ചെയ്ത് ഇതാ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാലോ, മൊത്തത്തിൽ നല്ല ക്വാളിറ്റി വർക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. CM വന്നതിന് ആ ടൈം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ഫർണിച്ചറും കൂടിയിട്ട് 1 ലക്ഷം റുപ്യ ഒരു കുടുംബത്തിന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പൈസ റെഡിയാണ്. ബില്ല് കൊടുത്താൽ മതി. നമ്മൾ 1 ലക്ഷം റുപ്യക്ക് ഇനി ഫർണിച്ചർ തന്നെ വേണമെന്നില്ല. നമ്മൾ ചോദിച്ചിരുന്നത് ആവശ്യപ്പെട്ട സാധനം മേടിച്ച് അതിൻ്റെ ബില്ല് കൊടുത്താൽ 1 ലക്ഷം റുപ്യ. ഇപ്പോൾ ഓൾറെഡി ഇതപ്പോൾ വലിയ അലമാര തന്നെ 2 റൂമിൽ വന്ന് അവർ എല്ലാ റൂമിലും ഇട്ടിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ 1 ലക്ഷം റുപ്യേൻ്റെ സാധനം കൂടി വാങ്ങാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും താമസം. 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ ഏകദേശം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത ക്ലസ്റ്ററിലേക്ക് ഇതേപോലെ പരിശോധന നടക്കാൻ വിളിക്കും. എല്ലാവരും ഒന്നിച്ച് വിളിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അവർ ഇതാകുമ്പോൾ കുറഞ്ഞ ആളുണ്ടാവുള്ളൂ, എല്ലാം പറയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ആ ലെവലിലാണ് വിളിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഓരോ ക്ലസ്റ്ററിലെയും ആളുകളെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഗുണനിലവാര പരിശോധന നടത്തി അവരുമായി കാര്യങ്ങൾ വിശദമായി സംസാരിച്ച് അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട ശേഷം അവർക്കും താക്കോൽ നൽകും. അങ്ങനെ 178 കുടുംബങ്ങളുടെയും സംയുക്ത പരിശോധന പൂർത്തിയാക്കി താക്കോൽ നൽകിയ ശേഷം അവർ ഒരുമിച്ചായിരിക്കും ഈ വീടുകളിൽ താമസം തുടങ്ങുക. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.